ഹായ് ഓൾ, എൻ്റെ പേര് ഐറിൻ. ഞാൻ ബ്രില്യൻറ്റിൽ 2023-24 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ Q7 ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ് ടീച്ചർ സലൂംസ് ആയിരുന്നു. എൻ്റെ ഹോസ്റ്റൽ ഐവറിന്നായിരുന്നു. ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ബ്രില്യൻറ്റിൽ അഡ്മിഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പം എന്നോട് പലരും പറഞ്ഞു ബ്രില്യൻ്റ് എന്ന് പറഞ്ഞൊരു ജയിലല്ലേ, ലൈക്ക് നമ്മളെ അടച്ചിട്ടല്ലേ, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ അല്ലേ ഉള്ളതെന്ന്. അപ്പൊ ആ ഒരു പേടിയിലാണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. പക്ഷേ ബ്രില്യൻറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുറമേന്ന് കേൾക്കുന്ന ബ്രില്യൻ്റെ അല്ല ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു എൻട്രൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. കിട്ടുമോ കിട്ടില്ല, അങ്ങനത്തെ കുറെ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ഓരോ ടീച്ചേഴ്സും, അവിടുത്തെ ഡയറക്ടർമാരായാലും കോർഡിനേറ്റർമാരായാലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ഹോസ്റ്റൽ വാർഡന്മാരായാലും എല്ലാവരും നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാക്സിമം റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ സലോമിസ് ആയിരുന്നു. അപ്പൊ ആദ്യം എനിക്ക് ടീച്ചറുമായിട്ട് വലിയൊരു കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് പാരന്റ്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തുറന്നു പറയാൻ പറ്റും. നമ്മുടെ ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ചേട്ടനെ പോലെ നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് ക്ലാസ് ടീച്ചേഴ്സിനെ, ബ്രില്യൻറ്റിലെ മെന്റർമാർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബ്രില്യൻറ്റിന്റെ ഫെസിലിറ്റീസിനെ പറ്റിയിട്ട് പറയുമ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സ്, അവരെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ബ്രില്യൻറ്റിന്റെ പ്രൊഫസേഴ്സ് ഹോൾ എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ഡൗട്ട് അവിടെ ആരോട് വേണമെങ്കിലും ചോദിക്കാം. അവർക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടൊരു ഡൗട്ട് ആണെങ്കിൽ പോലും അവർ അത്രയും സന്തോഷത്തോടെയാണ് അത് ക്ലിയർ ചെയ്ത് തരുന്നത്. എനിക്ക് ആദ്യമൊക്കെ പ്രൊഫസേഴ്സ് ഹോളിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ആയപ്പം നമ്മുടെ പ്രൊഫസേഴ്സ് എത്ര വെൽക്കമിങ് ആണെന്ന് കണ്ടോടെ എനിക്ക് പ്രൊഫസേഴ്സ് ഹോളിൽ പോയി ഡൗട്ട് ചോദിക്കാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസ് ആണല്ലോ ബ്രില്യൻറ്റിൽ ഉള്ളത്. അപ്പം അവരുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് വളരെ നല്ല ലെവലിലുള്ളതാണ്. നമ്മൾക്ക് എല്ലാ കൺസെപ്റ്റ്സും വളരെ ക്ലിയർ ആക്കി തരുന്ന കൈൻഡ് ഓഫ് ക്ലാസ്സസ് ആയിരുന്നു ബ്രില്യൻറ്റിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബ്രില്യൻറ്റിന്റെ റെഫറൻസ് ഫെസിലിറ്റീസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ബ്രില്യൻറ്റിന്റെ റെഫറൻസ് ലൈബ്രറിയുടെ വളരെ നല്ലൊരു ഉപഭോക്താവായിരുന്നു. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ റെഫറൻസിന് പോകാറുണ്ടായിരുന്നു. അപ്പം റെഫറൻസ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ല. നമുക്ക് അവിടുന്ന് ബുക്ക് എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രൊഫസേഴ്സ് ഹോളിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ബ്രില്യൻറ്റിൽ ഒരുക്കി തന്നിട്ടുണ്ട്. ഓൾ വി ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് സ്റ്റഡി. അതിപ്പോ ഹോസ്റ്റലിലാണെങ്കിലും ശരി, ബ്രില്യൻറ്റിന്റെ ക്യാമ്പസുകളിലാണെങ്കിലും ശരി. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫെയർവെൽ ആഘോഷങ്ങൾ, ഞാൻ ബ്രില്യൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഓൾവേസ് സ്റ്റഡി, എപ്പോഴും പഠിത്തം മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല ബ്രില്യൻറ്റ്. നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഒക്കെ പോരാഞ്ഞ് നമുക്ക് ഫെയർവെൽ ഉണ്ടായിരുന്നു. അത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും എന്താ പറയാ നല്ലൊരു പരിപാടികളൊക്കെ നമുക്ക് കിട്ടുമെന്ന്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രില്യൻറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വീക്ക്ലി എക്സാംസിൽ ചെയ്തു വരുന്ന അല്ലെങ്കിൽ പഠിച്ചു വരുന്ന കൺസെപ്റ്റുകളെ റിഫ്ലക്ട് ചെയ്യിക്കുന്ന ഒരു എക്സാം ആണ് മോഡൽ എക്സാം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് എൻ്റെ പരീക്ഷ എഴുതുന്ന രീതിയിലാണെങ്കിലും എൻ്റെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നീറ്റ് പോലെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് നമ്മളെ മാക്സിമം മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് മോഡൽ എക്സാം. എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഓരോ പരീക്ഷയിൽ നമുക്ക് എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് തെറ്റും. അപ്പൊ തെറ്റുന്ന ക്വസ്റ്റ്യൻസിനെ കറക്റ്റ് ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് അതേ ക്വസ്റ്റ്യൻ വരുമ്പം അത് തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ നമുക്ക് അവർ പറഞ്ഞു തരും മോഡൽ എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ബ്രില്യൻറ്റിന്റെ ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് അടിപൊളിയാണ്. അതിനകത്ത് നമുക്ക് ഒരുപാട് പരീക്ഷകളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മോഡൽ എക്സാം, പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് അല്ലാണ്ട് നമുക്ക് ഓൺലൈനിൽ കുറെ എക്സാംസ് ഉണ്ട്. അതൊക്കെ ഞാൻ കുറെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ഐ തിങ്ക് ബ്രില്യൻറ്റിന്റെ വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി വില്ലിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ആൻഡ് ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും എപ്പോഴും നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. ഇപ്പൊ അവിടുത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യാം. സോ എൻ്റെ ഒരു 1 year ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ബ്രില്യൻറ്റിൽ പോയത് കൊണ്ട് ഓക്കെ ഇവിടെ ചേരണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.